പ്രിയ കൂട്ടുകാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിൽ ആനച്ചാൽ പ്രദേശത്തുള്ള ഒരു ഏലത്തോട്ടത്തിലാണ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് കുരുമുളകാണെങ്കിൽ സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജ്ഞി ഏലക്കായാണ്. ഏലം സാധാരണയായി കൃഷി ചെയ്യുന്നത് കേരളത്തിലെ ഇടുക്കി ജില്ലയിലാണ് കൂടുതൽ ആയി കാണപ്പെടുന്നത്. ഇടുക്കി ജില്ലയിലെ കാർഡമം ഹിൽസ് അഥവാ ഏലമലക്കുന്നുകളിലാണ് ഏലത്തിൻ്റെ ഉൽപ്പാദനത്തിൻ്റെ 70% കൃഷി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ ഏലമലക്കുന്നുകളിലാണ്. ഏലമലക്കുന്നുകൾ ഒരു പ്രത്യേക പഞ്ചായത്തിൽ ഒതുങ്ങുന്നതല്ല കേട്ടോ. ഇത് ഇടുക്കി ജില്ലയുടെ പല പഞ്ചായത്തുകളുടെയും വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ മലനിരയാണ് ഏലമലക്കുന്ന്. പ്രധാനമായും ഇടുക്കിയിലെ ദേവികുളം താലൂക്കിലെ വിവിധ പഞ്ചായത്തുകളിലാണ് ഏലമലയുടെ വലിയൊരു ഭാഗം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ സാധാരണയായി 3 തരം ഏലങ്ങളാണ് കൃഷി ചെയ്യുന്നത്. ഒന്ന് മൈസൂർ ഏലം. ഇതിന് 3-4 മീറ്റർ വരെ ഉയരം വയ്ക്കുകയും കായകൾക്ക് അണ്ഡാകൃതിയും കടും പച്ച നിറവും ആയിരിക്കും. രണ്ടാമത്തെ ഇനം മലബാർ ഏലമാണ്. ഇത് കേരളത്തിൽ ഉടനീളം കൃഷി ചെയ്യാൻ അനുയോജ്യമായ ഇനമാണ്. മൂന്നാമത്തേതാകട്ടെ വഴുക്ക ഏലം. ഈ ഇനത്തിനും അതിൻ്റേതായ ചില പ്രത്യേകതകളുണ്ട്. ഏലക്കയ്ക്ക് സുഗന്ധം നൽകുന്നതിൽ മാത്രമല്ല, മറ്റനവധി ആരോഗ്യപരമായ ഗുണങ്ങളും ഏലക്കയിൽ അടങ്ങിയിട്ടുണ്ട്. നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഭക്ഷണശേഷം 2-3 തരി ഏലക്കായ ചവച്ചരച്ച് കഴിക്കുന്നത് ദഹനത്തെ സഹായിക്കുന്നു. കൂടാതെ ഗ്യാസ്, വയറുവീർക്കൽ, അസിഡിറ്റി തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ആശ്വാസം നൽകുകയും വായ്നാറ്റമുണ്ടാക്കുന്ന ബാക്ടീരിയകളെ ചെറുത്ത് വായ്നാറ്റം അകറ്റുവാനും സഹായിക്കുന്നു. അതുമാത്രമല്ല കേട്ടോ, ഏലക്കായിൽ അടങ്ങിയിരിക്കുന്ന പ്രതിരോധ സംവിധാനം അണുബാധകൾ അകറ്റുവാനും ജലദോഷം എന്നിവയെ ചെറുക്കുവാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുവാനും, അതായത് സ്ഥിരമായി നിലനിർത്തുവാനും ഏലക്ക സഹായിക്കും. ഇത് പ്രമേഹ രോഗികൾക്ക് കൂടുതൽ പ്രയോജനം ചെയ്യുന്ന ഒരു സംവിധാനമാണ്. കൂടാതെ ആസ്മ, ബ്രോങ്കൈറ്റിസ്, മറ്റ് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ തടയാൻ ഏലക്ക സഹായിക്കുമെന്ന് കരുതപ്പെടുന്നു. ശരീരത്തിലെ മെറ്റബോളിസം നിയന്ത്രിക്കുവാനും കൊഴുപ്പ് നീക്കം ചെയ്യുവാനും ഏലക്ക സഹായിക്കുമെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. മാത്രമല്ല, ചായയിലും ഭക്ഷണ പദാർത്ഥങ്ങളിലും ഏലക്ക ചേർത്ത് ഉപയോഗിക്കുകയും ഏലക്കയിട്ട വെള്ളം കുടിക്കുന്നത് ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. പ്രിയ കൂട്ടുകാരെ, ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനിയും കൂടുതൽ വിശേഷങ്ങളുമായി, കൂടുതൽ നേർക്കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ തൽക്കാലം ഇവിടെ പറയുന്നു. ഗുഡ് ബൈ.